ണ്ടല്ലോ തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസിന്റെ നീ കാണാം, നിങ്ങൾ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു കാണട്ടെ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊള്ളുന്ന, നമുക്ക് എല്ലാവർക്കും ടച്ച് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണല്ലോ ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ടതിന്റെ മുകളിലോട്ട് പരിപാടി വരുമ്പോഴാണ്. അച്ഛൻ എന്തെങ്കിലും ഇത് തന്നിരുന്നു പോകാൻ നേരത്തെ? അത് പിന്നെ എല്ലാ പാരന്റ്സും ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ. അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സന്തോഷമായി. ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അത് മനസ്സിലായത്. നമുക്ക് അതാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ. നമുക്ക് അവരെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു കണക്ഷൻ വന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, വേറെ ആരും ചെയ്യേണ്ട റോളല്ല, ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ ഡോക്യുമെന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പ്ലേ ചെയ്യേണ്ട അഭിലാഷാണെന്നുള്ളത് മനസ്സിലായിരുന്നു. എനിക്ക് അതൊരു കണക്ഷൻ കിട്ടിയത്. ഈ സെക്കൻഡ് ഹാഫിൽ മൊത്തം നിങ്ങൾക്ക് ആകെ 2 ഡയലോഗേ ഉള്ളൂ. അതെ. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യും? ആകെ 2 ഡയലോഗ് വെച്ചത് എങ്ങനെ ഇതാക്കും? എന്തായിരുന്നു ചിദംബരം തന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ്? അല്ല, നമ്മളങ്ങനെ നമ്മളുടെ അടുത്ത് അങ്ങനെ ഇതൊന്നുമില്ല. നമ്മൾ പടം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ പറ്റി ചിന്തിച്ചിട്ടില്ല. നമ്മൾ മൊത്തം പടം ഫുൾ ടൈം നമ്മൾ മൊത്തം പടം എന്താണെന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് എത്ര ഡയലോഗ് ഉണ്ടെന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ പടം എങ്ങനെ ഇതാക്കാം, നന്നാക്കാം എന്നുള്ളത് മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ മഞ്ഞുമൽ ബോയ്സിനെ കുറച്ച് ബോയ്സ് ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷമായിരിക്കും എന്നുള്ളതാണ് ഇത്. ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തുകൊണ്ടിട്ട് തന്നെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് സൗഭിക്കും ബാസിയും. ഞാനൊരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ബാസി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെ പറ്റി നല്ലത് പറഞ്ഞു, സൗഭിക്ക് പറഞ്ഞു, ഗണപതി പറഞ്ഞു, ചിദംബരം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഫ്രണ്ട്ഷിപ്പ് ഇസ് ലവ്. അതെ. താങ്ക് യു. യെസ്, ട്രൂലി സർ. ഇത് ശരിക്കും അതിന്റെ ആർട്ട് വർക്ക് ആയാലും ശരി, നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന സർവൈവൽ ത്രില്ലേഴ്സിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടാക്കി, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സൗണ്ട് സ്കേപ്പ് തന്നെ നിങ്ങൾ സൃഷ്ടിച്ചു. ഇത് എന്തായിരുന്നു സർ ഇത്രയും ബിലീഫ്? ഈ സീൻ മാറ്റും എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം അത് ഇനീഷ്യൽ മെറ്റീരിയൽ ആയിരുന്നു, അതോ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് കണ്ടപ്പോഴായിരുന്നു? ഷൂട്ട് ചെയ്ത ഫുട്ടേജ് തന്നെയാണ്. കാരണം ഞാൻ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ടതിന്റെ മുകളിലോട്ട് പരിപാടി വരുമ്പോഴാണ് നമ്മൾ അതിലും എക്സൈറ്റഡ് ആവുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ട വർക്കും അതിന് മുകളിലോട്ട് കയറ്റി വെക്കണം, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതേപോലെ എൻ്റെ മാത്രമല്ല, എല്ലാ ടെക്നീഷ്യൻസും അങ്ങനെ. അത് സൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഷിജൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മളെ ഇത് ചുരുളിയൊക്കെ ചെയ്ത പുള്ളിയാണ് മിക്സ് ചെയ്തത്. അപ്പം എല്ലാവരും നമ്മൾ തലേന്ന് വരെ പണിയെടുത്തിട്ട് രാത്രി 5 മണിക്കാണ് മാസ്റ്റർ അടിച്ച് എങ്ങനെയെങ്കിലും സാധനങ്ങൾ അടിപൊളിയായിട്ട് കയറ്റണം എന്നുള്ളൊരു നമ്മൾ അറ്റ്മോസ് ആണ് കണ്ടെന്ന് തോന്നുന്നു അല്ലേ? അറ്റ്മോസ് തന്നെ ആയിരിക്കും. അപ്രഹെൻഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. അത് ഇങ്ങനെ ഒരു വിച്ച് എന്നൊക്കെ പറഞ്ഞൊരു പടത്തിൽ വേണ്ടി ഒരാൾ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കി. ഈ ഗുണയുടെ പാട്ട് ഇത്ര ബ്രില്യന്റ് ആയിട്ട് അതെങ്ങനെയാ പ്ലേസ്മെന്റ്? അത് ചിദംബരത്തിന്റെ ഐഡിയ ആയിരുന്നു. അവനറിയായിരുന്നു അത് നമുക്ക് എവിടെ പാട്ട് ആദ്യം കാണിക്കണം, എവിടെയാണ് ലാസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടത് എന്നുള്ളത് ചിതുയുടെ ഐഡിയ തന്നെയാണ്. അവിടെ സാധാരണ ഒരു ടിപ്പിക്കലി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, പക്ഷേ ഇതൊരു വേറൊരു കൗണ്ടർ സ്കോർ വെച്ചിട്ട് വേറൊരു പരിപാടി. അത് ട്രൈ ചെയ്ത് നോക്കി, വർക്കായി. സീൻ മാറി സാർ. താങ്ക് യു. ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന, അതേപോലെ തന്നെ തിയേറ്ററിൽ കിട്ടി. അതുകൊണ്ട് വളരെയധികം സന്തോഷം. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് റിയൽ നടന്ന ആൾക്കാരെ ഇതില്ല, ശരിക്കും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കാര്യം പുറത്തു വന്നതിൽ വളരെ സന്തോഷം. ഇമോഷണൽ ആണ്. ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇമോഷണൽ ആകുന്നത് അധികം കണ്ടിട്ടില്ല. അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇതിപ്പോ അതാ ചോദിച്ചത്. അത് അത്ര ഇമോഷൻ വരെ അതൊരു ഫീൽ ഉണ്ടല്ലോ തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസിന്റെ. നീ കാണാം, നിങ്ങൾ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു കാണട്ടെ. പ്രേക്ഷകരായിട്ട് നമ്മുടെ ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു കൂടുതൽ. അപ്പൊ അവരുടെ റിയാക്ഷൻ നോക്കിയായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ, ഒച്ചെടുക്കുന്നില്ല. വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ്. ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പറയുന്ന ഒരു ഇതാണ്. ഇമോഷണൽ ആവുന്നുണ്ട്. അവസാനം പല പ്രേക്ഷകരും കണ്ണ് ഇറങ്ങിയിട്ടാണ് ഇറങ്ങുന്നത് തിയേറ്ററിൽ നിന്ന്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇത്ര നാൾ ചെയ്ത എഫേർട്ടിനുള്ള എനിക്ക് തന്നെ കണ്ണിറങ്ങിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഹെവി. പടം ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഐ ഹോപ്പ് എവറിബഡി ലൈക്സ് ഇറ്റ്. എല്ലാവരും പോയി കാണണം. ഇത്ര നാളുണ്ടായിരുന്ന റിസൾട്ട് കിട്ടിയ പോലെ ഫീലിംഗ്. ഐ ഹോപ്പ് സോ. ശരിക്കും താങ്ക് യു. ഇത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഭയങ്കര കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊള്ളുന്ന, നമുക്ക് എല്ലാവർക്കും ടച്ച് ചെയ്യുന്ന ഒരു ഇമോഷനാണല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെയും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അത്രയും ഞാനിപ്പം റിയൽ ലൈഫ് ഭാഷനോട് സംസാരിച്ചപ്പോൾ പുള്ളി അതാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കൂട്ടാണ്. അപ്പോൾ ഐ വിഷ് ടു ഹാവ് സച്ച് ഫ്രണ്ട്ഷിപ്പ് ഇൻ ലൈഫ്. എനിക്ക്
ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ആക്ച്വലി എന്താ പറയാ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ ഡെപ്ത് എന്താന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ദിസ് ഈസ് വേറെ ലെവൽ. നമുക്കൊക്കെ അത് ലൈഫിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായ വി ആർ ബ്ലെസ്ഡ്. അങ്ങനെ എനിക്ക് ജനറലി ചോദിച്ചാൽ അറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു ഫിലിമാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ഗൂസ് ബംസ് പരിപാടിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് ഈക്വലി അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു.